ഹായ് ഫ്രണ്ട്സ്, ഞാൻ പ്രൊമിയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു ചെറിയൊരു ഔട്ടിംഗ് ആണ്. എൻ്റെ വീട്ടിൽ നിന്നൊരു 7 കിലോമീറ്റർ അകലെയുള്ളൊരു സ്ഥലമാണ്. ഒരു പക്ഷേ പാരീസിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിതായിരിക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാരീസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ മനസ്സിൽ ബിൽഡിങ്ങും അതും ഇതൊക്കെയാണ് വരുന്നത്. എന്നാൽ ഇത് പാരീസിലാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ ഇത് പാരീസ് 16ാം ഡിസ്ട്രിക്റ്റിലുള്ള ഒരു പ്ലേസ് തന്നെയാണ്. 846 ഏക്കറോളം ഉണ്ട് ഈ ഒരു സ്ഥലം. ഒരു വുഡഡ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം, ഫോറസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ന്യൂയോർക്കിലെ സെൻട്രൽ പാർക്കിനേക്കാളും ഡബിളുണ്ട്, വേണമെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ. അപ്പോൾ അതിൻ്റെ ഒരു കൊച്ചു ഭാഗത്തോട്ട് മാത്രമാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്, അതല്ലാതെ തന്നെ ഒരുപാടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, കൂടുതൽ പറയുന്നില്ല, കാരണം ഒരു ഡോക്യുമെൻ്ററി ആക്കുന്നില്ല ഞാനിത്. സ്ഥലത്തിൻ്റെ പേര് ഞാൻ താഴെ കൊടുക്കാം, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് നല്ലൊരു ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല വെതറാണിവിടെ. അപ്പോൾ ഒന്ന് നടക്കണം, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ അതിന് പറ്റിയ ഒരു സ്ഥലം തന്നെയാണിവിടെ. arraché. അങ്ങനെ റിലീസായതിനു ശേഷം ചെയ്യുന്ന രണ്ടാമത്തെ ആക്ടിവിറ്റിയാണിത്. ആദ്യത്തെ എന്താണെന്ന് വെച്ചാൽ ഷോപ്പിംഗ് ആയിരുന്നു. ഷോപ്പിംഗ് എന്ന് വെച്ചാൽ ചെടി വാങ്ങാൻ പോയി. അപ്പോൾ അത് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് മേലെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉമ്മ അത്യാവശ്യം സംഭവങ്ങളൊക്കെ പറിക്കുന്നൊക്കെ ഉണ്ട്. അതെന്താണെന്നൊക്കെ ലാസ്റ്റ് ഈ വ്ളോഗിൽ നിങ്ങൾ കാണാം, അതിൻ്റെ റിസൾട്ടൊക്കെ. എനിക്കിവിടെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് പേര് വരുന്നുണ്ട്, ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഞങ്ങളുടെ വ്ളോഗ്സ് കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു ബെൽ ബട്ടണിൽ അമർത്താൻ മറക്കരുത്. അതാകുമ്പോൾ ഞങ്ങളുടെ പുതിയ വ്ളോഗ് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ഇൻഫർമേഷനും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനും കിട്ടും. എന്താടാ അമ്മു? ദേ പടർന്നു പോണ് ആ ചെടി. എനിക്കിപ്പോ ഇങ്ങനെ പടരണ വേണ്ടത്. പടർന്നൊക്കെ ഞാൻ കവർ പിടിക്കാമോ? വിചാരിച്ചില്ല വേര് താഴ്ത്തു പോയിട്ടുണ്ടാവും വിചാരിച്ചു.
നമ്മളെല്ലാം എടുക്കണോന്ന്. അടിപൊളി. ഉമ്മാക്ക് എന്തെങ്കിലും ചെയ്യുമ്പോ ഇതുപോലെ ഉമ്മാക്ക് എന്തോ ഡെക്കറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ ഉമ്മ? ഇത് എടുക്കാം. ഓ പന്നച്ചെടി അടിപൊളി. എവിടെ പോണു? വേണ്ട, ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം ഉണ്ടാക്കാൻ ഇങ്ങനത്തെ കൊമ്പൊന്നും വേണ്ട. ഉണ്ടാക്കി നോക്കാനൊന്നുമല്ല, അത് കറക്റ്റ് ആകുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. Fitness, elle en peut plus. Elle marche plus. Franchement, c'est ridicule. ഇനി നമുക്ക് സിറ്റിയിലോട്ട് പോകാം. അവിടെ എന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു സംഭവമാണ് ഇതെന്തായാലും ഓടിപ്പോയി കാണണം എന്നുള്ളത്. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് മെസ്സേജ് വരാറുണ്ട്, പാരീസിലാണെന്ന് പറയുന്നു, അതിൻ്റെ അടുത്താണോ താമസിക്കുന്നത്, ഒരുപാട് ദൂരമുണ്ടോ എന്നൊക്കെ. ശരിയാണ്, എൻ്റെ വ്ളോഗിൽ ഇന്നേ വരെ ഈ ഒരു സംഭവത്തിൻ്റെ ഒരു തുമ്പ് പോലും ഞാൻ കാണിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ നല്ല രീതിയിൽ കാണിക്കാൻ വേണ്ടി വെച്ചിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇനി ഞാൻ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. എനിക്കും കാണാൻ ആഗ്രഹമുണ്ട്, അതുപോലെ തന്നെ നിങ്ങളെ കാണിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒരുപാട് കാലമായി ഞാൻ നിങ്ങളിത് കാണിക്കണം, പക്ഷെ നല്ല രീതിയിൽ കാണിക്കണമെന്ന് കരുതികൊണ്ടാണ് ഇത്രയും നാളും ഞാനിതൊരു പെൻഡിങ്ങിലാക്കി വെച്ചിരുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ മിസ്സായതുകൊണ്ട് വലിയ കാണണം. കാരണം ഇത് എത്ര വട്ടം കണ്ടാലും എനിക്ക് ഫസ്റ്റ് ടൈം കാണുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങളും ഇതുപോലെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഈഫൽ ടവർ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കിത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് ഞങ്ങളെ അറിയിക്കുക. കമൻറ്റ് ബോക്സ് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് നിങ്ങളുടെ എല്ലാവിധ ഫീലിങ്സ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഒരുപാട് സ്റ്റോറി ഒന്നും പറയുന്നില്ല, എന്താണ് ഈഫൽ ടവർ, എന്തിനാണ് ഉണ്ടാക്കിയത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ നിമിയുമായിട്ട് മറ്റൊരു വ്ളോഗിൽ ഇതിനെക്കുറിച്ച് നല്ലൊരു ഇത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബാക്കിയൊക്കെ ആ ഒരു വ്ളോഗിൽ പറയാം. ഇത് ജസ്റ്റ് ഞാൻ നിങ്ങളെ എന്താ പറയുക കാണാൻ വേണ്ടി വിടുകയാണ്.
ഇനി നമുക്ക് വീട്ടിലോട്ട് തിരിച്ചു പോകാം. കാരണം ഈ വ്ളോഗ് ഞാൻ ഷൂട്ട് ചെയ്തത് കഴിഞ്ഞ മെയ് 17-നാണ്. അതായത് ഒരു നോമ്പ് സമയത്താണ്. എനിക്ക് നോമ്പ് മുറിക്കേണ്ട സമയമൊക്കെ ആയി തുടങ്ങി. അപ്പോൾ എല്ലാ ഐറ്റംസും റെഡിയാക്കിയിട്ടാണ് ഞങ്ങൾ പുറത്തൊക്കെ പോയത്. ഇവിടെ ഒരു ചെറിയ ചായയും കട്ട്ലേറ്റും മാത്രമാണ് എക്സ്ട്രാ ഉണ്ടാക്കുന്നത് ഒരു ലാസ്റ്റ് മിനിറ്റ്. അതുപോലെ തന്നെ എന്തായാലും നിങ്ങൾ ചോദിക്കുന്നറിയാം എന്താണ് ആ റൈസ് എന്നുള്ളത്. ബിരിയാണി അല്ല, മച്ചുബൂസ് അല്ല, വേറൊരു സംഭവമാണ്. അതിൻ്റെ റെസിപ്പിയായിട്ട് ഞാൻ അടുത്തൊരു വ്ളോഗിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ കാട്ടിൽ നിന്ന് ഉമ്മ കുറച്ച് സംഭവങ്ങളൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടെന്നുള്ളത്. അതെന്താണ് ചെയ്തത്, എങ്ങനെയാണ് അറേഞ്ച് ചെയ്തതെന്നുള്ളത് ഇപ്പോൾ ദാ കാണിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ കുറേ ഇൻഫർമേഷനും അതുപോലെ തന്നെ വ്ളോഗൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. ഉമ്മയുടെ ചെറിയ കൃഷി, ചെടി എങ്ങനെ നോക്കണം, അങ്ങനെ കുറച്ച് ടിപ്സൊക്കെ ആയിട്ട് ഞാൻ വരും. അപ്പോൾ കുറേ വ്ളോഗ്സ് ഉണ്ട്. അതുകൊണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഫോളോ ചെയ്യാനും മറക്കരുത്. കാരണം വളരെ ആക്റ്റീവാണ്, എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാമിൽ. അതുകൊണ്ട് ഇതാ ഞങ്ങൾ ജസ്റ്റ് ഞങ്ങളുടെ ഇൻഫർമേഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവിധ ഇൻഫർമേഷനും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കിട്ടും. അപ്പോൾ ഞങ്ങളുടെ ഈ വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലിൽ അമർത്താൻ മറക്കരുത്. അപ്പോൾ സീ യു സൂൺ, ടേക്ക് കെയർ, ബൈ.